മസാല അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് പത്തിരിപ്പൊടി എടുത്ത് ഉപ്പ് ചേർത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വലിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, 2 കോഴിമുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം ഇട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ച വലിയ ഉള്ളി, അത് കഴിഞ്ഞിട്ട് തക്കാളി നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു കുഞ്ഞ് സ്പൂണിൽ മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, ഇനി കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞളും ഉപ്പും ചേർത്ത് 2 കോഴിമുട്ട നമ്മൾ ഈ ഉള്ളിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് വേണേ ചേർക്കാം കേട്ടോ. ഉള്ളി 2 സൈഡിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ മുട്ട അതിലേക്ക് ചേർത്തത്. അത് നന്നായി വെന്തതിന് ശേഷം ഉള്ളിയും കൂട്ടി മിക്സ് ആക്കുക. നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായി മിക്സ് ആക്കുക. കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിപ്പൊടി ചൂടെല്ലാം തണിഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഓരോ ബോളാക്കിയതിന് ശേഷം ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. റൗണ്ടാക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരു കവറിൻ്റെ മുകളിലാണ്, ഞാൻ ചപ്പാത്തി വാങ്ങുന്ന കവറിൻ്റെ മുകളിലോട്ടോ ആക്കിയത്. ഇങ്ങനെ വേറൊരു കവർ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. ഇത് ഇലയുടെ അകത്ത് വെച്ചു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അടച്ചു ഒന്ന് പ്രസ് ചെയ്യും. നമ്മളെന്താ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു. ഒരു 10-15 മിനിറ്റ് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക. ഇതാ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെന്താ മുറിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മസാല അടയാണ്. എഗ്ഗെല്ലാം ചേർത്തിട്ടുള്ള സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.